CPM വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച നടി റിനി ആർമി ജോർജ്. ഭാവിയിൽ CPMൽ ചേരുമോ എന്നത് സാങ്കല്പികമാണ്. തീരുമാനമെടുക്കുന്നത് താനാണ്. KJ ഷൈനിന് തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുള്ള അവകാശമുണ്ട്. അപവാദ പ്രചാരണം മൂലം പുറത്തിറങ്ങി നടക്കാനാകാത്ത അവസ്ഥയാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു. KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടിയിൽ റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത്. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ, അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ, അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ. വിവരങ്ങൾ നൽകാൻ സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി ശ്രദ്ധിക്കപ്പെട്ടത് CPMലേക്ക് റിനിയെ ക്ഷണിച്ചതിലൂടെയാണ് ആ പരിപാടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പോൾ അതിൻ്റെ വിശദീകരണമാണോ റിനി നൽകുന്നത്? നൗഫൽ, അതിനുള്ളൊരു വിശദീകരണവും ഒപ്പം ചില മുന്നറിയിപ്പുകളും റിനി നൽകുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പറവൂരിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണത്തിനെതിരെ CPM സംഘടിപ്പിച്ച വേദിയിലാണ് റിനി എത്തിയത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അത്രമാത്രം അടുപ്പം വെച്ച് പുലർത്തുന്ന ഒരു നടി കൂടിയാണ് റിനി. അത്തരത്തിൽ ഒരു പശ്ചാത്തലമുള്ള റിനി CPM വേദിയിലേക്ക് എത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സൈബർ ആക്രമണമൊക്കെ അതിരൂക്ഷമായി ഉണ്ട് എന്നുള്ള ഒരു ബോധ്യവും അതിനെ തുടർന്ന് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. പ്രധാനമായും റിനി പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു നേതാവിൻ്റെയോ പേര് പോലും പരാമർശിക്കാതെയാണ് ചില കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞത്. ആ തുറന്നു പറഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ CPM വേദിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ താൻ CPMലേക്ക് എന്ന തരത്തിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ അത് രീതിയിലുള്ള പ്രചരണങ്ങളുമെല്ലാം വ്യാപകമായി നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഗൂഢാലോചന താൻ നടത്തി എന്നുള്ള രീതിയിൽ പ്രചരണങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. താൻ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടത്തിയത്, അങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം സൈബർ പോരാളികൾ വെളിപ്പെടുത്തണം എന്നും റിനി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ കൂടുതൽ പ്രവോക്ക് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ തന്നെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും. അതായത് രാഷ്ട്രീയ മേലങ്കി അണിഞ്ഞു നടക്കുന്ന ചിലരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അണികൾക്ക് പോലും അറിയില്ലാത്ത കാര്യങ്ങളാണ്, തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി റിനി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. CPMലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ KJ ഷൈനിന് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ആ പാർട്ടിയിൽ ചേരണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് താനാണ് എന്നും റിനി പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ അതൊരു സാങ്കല്പിക കഥ മാത്രമാണ്. തനിക്കെതിരെ പല അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, മെനയുന്നതെല്ലാം കെട്ടുകഥകളാണ് എന്നും റിനി പറയുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് താനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല, ഇതുവരെ താനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും സംസാരിച്ചിട്ടില്ല. കലാകാരി എന്ന നിലയിൽ പല വേദികളിലും പല പ്രസ്ഥാനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അത് CPMന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പ്രചരണം തുടർന്നാൽ വീണ്ടും കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തും. സൈബർ ഇടങ്ങളിൽ പരിപാടിയിൽ പങ്കെടുത്ത റിനി ജോർജ് ആണ് പറയുന്നത് താൻ CPMലേക്ക് ചേരാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അതിന് തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ തനിക്കെതിരെ ഉണ്ടാകും സൈബർ ആക്രമണം അതിരൂക്ഷമാണ് എന്ന് അവർ വെളിപ്പെടുത്തുകയും